ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാമെന്നാണ്. ഹൗ ടു റെക്കോർഡ് അവർ വോയിസ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് അത് കഥയാകാം, പാട്ടുകളാകാം, മറ്റ് അനൗൺസ്മെൻറ്റുകളാകാം, ഇവയൊക്കെ നമുക്ക് നമ്മുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് ഒരു ഫയലാക്കി മാറ്റേണ്ട ആവശ്യകത നമുക്ക് വരാം. ഉബുണ്ടുവിലായിരുന്നു കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. അതിനായി നാം പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഒഡാസിറ്റി. ഒഡാസിറ്റി എന്ന ആപ്ലിക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ആപ്ലിക്കേഷൻ മെനുവിൽ സൗണ്ട് ആൻഡ് വീഡിയോ എന്ന മെനുവിൽ ഏറ്റവും മുകളിലായി രണ്ടാമത്തേത് ഒഡാസിറ്റി എന്ന ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നാം ഇപ്പോൾ കാണുന്നതാണ് ഒഡാസിറ്റി എന്ന ആപ്ലിക്കേഷൻ്റെ മെയിൻ സ്ക്രീൻ. ഇന്ന് സിമ്പിളായിട്ട് ഒരു വോയിസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതെങ്ങനെ ഒരു MP3 ഫയലായിട്ട് റെക്കോർഡ് ചെയ്യാം എന്നാണ് നാം പരിശോധിക്കുന്നത്. മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ ഒരല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പഠിക്കാം. ഇന്ന് നാം ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നു, അതിനെ എങ്ങനെ നമുക്ക് ഒരു MP3 ഫയലായിട്ട് മാറ്റാം. മെനു ബാറിന് തൊട്ട് താഴെയായി ചില ടൂളുകൾ ഉണ്ടാകും. അതിൽ ചുവന്ന ബട്ടണാണ് റെക്കോർഡിൻ്റെയും, ഇടത്തെ വശത്തുള്ള ബട്ടൺ പോസിൻ്റെയും, ഇത് പ്ലേ ബട്ടണുമാണ്. നമുക്ക് ആദ്യമായി ഒരു വോയിസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചുവന്ന റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന ഉടൻ തന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായി സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് ട്രയൽ നോക്കാം. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഡിയോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ആവശ്യങ്ങൾക്കും നമ്മുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങൾക്കും നമുക്ക് വോയിസുകൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകത നമുക്ക് വരാറുണ്ട്. ഈ വോയിസുകൾ എപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ പഠിക്കുന്നത്. എൻ്റെ പോർഷന് ഞാൻ ഇത്രയും പോർഷനാണ് എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ റെക്കോർഡ് എങ്ങനെയാണെന്ന് കേൾക്കണം. കേൾക്കുന്നതിന് വേണ്ടിയാണ് ഈ പച്ച പ്ലേ ബട്ടൺ. അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ബട്ടൺ, റെക്കോർഡിംഗ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ബട്ടൺ, റെക്കോർഡിംഗ് അത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഡിയോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ആവശ്യങ്ങൾക്കും നമ്മുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങൾക്കും നമുക്ക് വോയിസുകൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകത നമുക്ക് വരാറുണ്ട്. ഈ വോയിസുകൾ എപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ പഠിക്കുന്നത്. എൻ്റെ പോർഷന് ഞാൻ ഇത്രയും പോർഷനാണ് എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തു, അത് പ്ലേ ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നാം അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു MP3 ഫയലായിട്ട്, ഒരു ഓഡിയോ ഫയലായിട്ട് മാറ്റുന്നതാണ് ഇന്നും പഠിക്കുന്നത്. തൽക്കാലം ഒരു ബേസിക്കാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നു, അത് ഒരു MP3 ഫയലായിട്ട് എങ്ങനെയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് എന്ന മെനുവിലോട്ട് വരിക. എക്സ്പോർട്ട് എന്ന മെനുവിൽ എക്സ്പോർട്ട് ആസ് MP3, എക്സ്പോർട്ട് ആസ് വേവ്, ഇത് ഓഡിയോയുടെ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റുകളാണ്. നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ആദ്യം നമുക്ക് എക്സ്പോർട്ട് ആസ് MP3 ഫയലായിട്ട് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ആസ് MP3. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു വിൻഡോ വരും. ഏത് പേരിലാണ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവിടെ ഞാനിപ്പോൾ ഇവിടെ മൈ വോയിസ് .mp3 എന്നുള്ളതിൻ്റെ എക്സ്റ്റൻഷനാണ്, അത് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ഇതെവിടെയാണ് സേവ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫയൽ ഡെസ്ക്ടോപ്പിൽ മൈ വോയിസ് എന്ന പേരിലായിരിക്കും സേവ് ആകുന്നത്. പകരം നമുക്ക് വേറെ ഒരു ഫോൾഡറിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് 10-ലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടത്. ഞാനത് പേര് കൊടുത്തതിന് ശേഷം ഞാൻ സേവ് എന്ന് കൊടുക്കുന്നു. തുടർന്ന് വരുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി.
ഇപ്പോൾ എക്സ്പോർട്ട് ആയി കഴിഞ്ഞു. ഈ ഫയൽ എക്സ്പോർട്ട് ആയോ എന്ന് നമുക്ക് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഒഡാസിറ്റി എന്ന ഈ ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്യാൻ വേണ്ടി മൈനസ് ബട്ടൺ മിനിമൈസ് എന്ന് പറയും. മിനിമൈസ് താൽക്കാലികമായിട്ട് ചെറുതാക്കിയിടുന്നതിന് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ പരിശോധിക്കുക. നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ ഇതാ കിടക്കുന്നു, മൈ വോയിസ്. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതിന് ആ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഡിയോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ആവശ്യങ്ങൾക്കും നമ്മുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങൾക്കും നമുക്ക് വോയിസുകൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകത. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസാണ്. ഇപ്രകാരം നമുക്ക് ഒഡാസിറ്റിയിൽ നമ്മുടെ വോയിസുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യുകയും അവ വേവ് ഫയലായിട്ടോ MP3 ഫയലായിട്ടോ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഓഡിയോ, ഈ ഓഡിയോ ഒരു കഥയാകാം, ഒരു പാട്ടാകാം, ഒരു അനൗൺസ്മെൻ്റ് ആകാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്ത് വോയിസും നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് MP3 ഫയലാക്കി മാറ്റാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു ട്യൂട്ടോറിയലിലൂടെ നാം പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഇതിനകത്തുള്ള ചെറിയ കറക്ഷൻസൊക്കെ, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ വേണ്ടാത്ത ശബ്ദങ്ങളും അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിൽ വരാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിലൂടെ, പുതിയൊരു ട്യൂട്ടോറിയലിൽ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയും അത് MP3 ഫയലായിട്ട് സേവ് ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് പരിചയപ്പെട്ടത്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. മറ്റൊരു ട്യൂട്ടോറിയലിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.